ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ്സ് കോസസ് ആണ്. അതായത് ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യതയും അതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ഇത് +1 കൊമേഴ്സിൻ്റെ ഒരു ടോപ്പിക്കാണ്, ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 4 വീഡിയോയാണിത്. അപ്പം കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് റിസ്ക്, പിന്നെ അത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ബിസിനസ് റിസ്ക് എന്താണെന്ന് നോക്കാം. ബിസിനസ് റിസ്ക് ഈസ് ദ ചാൻസ് ഓഫ് ലോസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ നോക്കി വയ്ക്കേണ്ട പോയിന്റ് എന്തുവാണ്? ബിസിനസ് റിസ്ക് ഈസ് ദ ചാൻസ് ഓഫ് ലോസ് ഇൻ ബിസിനസ്. ഓക്കെ, ചാൻസ് ഓഫ് ലോസ് ഇൻ ബിസിനസ്, ബിസിനസ്സിൽ ഉണ്ടാവാനുള്ള നഷ്ടസാധ്യതയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ക് ഈസ് ദ പോസിബിലിറ്റി ഓഫ് സം അൺഫേവറബിൾ ഹാപ്പനിങ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഫ്യൂച്ചറിൽ നമ്മളെ മാർക്കറ്റ് ഇടിഞ്ഞു പോയി, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ഫ്ലഡ് ഉണ്ടായി. അപ്പം ഇതൊക്കെ നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്. ഇപ്പം ഫ്യൂച്ചറിൽ ഇങ്ങനെ ഉള്ള ഒരു ഇവന്റ് ഉണ്ടാവാനുള്ള ആ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇംപ്ലൈസ് അൺസർട്ടനിറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇവന്റ്സ്. അപ്പോൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് എന്തുവാണ്? ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു ഇവന്റിനെ പറ്റിയുള്ള അൺസർട്ടനിറ്റിയാണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ഇവന്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ ഇതുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി, ഇപ്പം നമ്മൾ ഫ്ലഡ് ഉണ്ടായി എന്ന് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഇതേപോലുള്ള നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് റിസ്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ബിസിനസ് റിസ്കിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത് അൺസർട്ടൈനിറ്റിയാണ്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അൺസർട്ടൈനിറ്റിയാണ് ബിസിനസ് റിസ്ക് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ബിസിനസ് റൺസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് റിസ്ക് സച്ച് ആസ് സഡൻ ഡെത്ത് ഓഫ് ബിസിനസ്മാൻ, നാച്ചുറൽ കലാമിറ്റീസ്, ചേഞ്ച് ഓഫ് ഗവൺമെൻറ് പോളിസീസ്, അൺഫേവറബിൾ മാർക്കറ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പം ഇതേപോലെയുള്ള ഒരുപാട് ബിസിനസ് റിസ്കിൻ്റെ ഇടയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് ഒരുപാട് റിസ്കിൻ്റെ ഇടയിലാണ്. അപ്പം എന്തൊക്കെയാണ് റിസ്ക് എന്ന് നോക്കാം. ഇതിലിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് സഡൻ ഡെത്ത് ഓഫ് ബിസിനസ്മാൻ. ഈ ബിസിനസ് ഒന്ന് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരിച്ചു പോവുകയാണ്, പെട്ടെന്ന് ഓണർ മരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ബിസിനസ്സിന് എങ്ങനെ മുന്നോട്ട് പോകും, ഈ ബിസിനസ്സിനെ ആരെ ഏറ്റെടുക്കും? അപ്പോൾ അങ്ങനെ കുറേ റിസ്കുകൾ അതിനകത്തുണ്ട്. അപ്പം അതൊക്കെയും ബിസിനസ് റിസ്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ്, എർത്ത്, സുനാമി, സ്റ്റോം, ഇതൊക്കെ നമുക്ക് എന്തുമായിട്ട് പറയാം? നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ട് പറയാം. അപ്പം ഇങ്ങനെ പെട്ടെന്നൊരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ അതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ആണ്. ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഒരുപാട് ബിസിനസ്സിനെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്ത് പലതും പൂട്ടിപ്പോവുക വരെ ചെയ്തു. അപ്പം ഇതെല്ലാം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തുവാണ്? റിസ്ക് ആണ്. ചേഞ്ച് ഓഫ് ഗവൺമെൻറ് പോളിസി മാറുന്നത് വഴി ഉണ്ടാകുന്ന റിസ്ക്. അപ്പം ഇപ്പം ഉള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആയിരിക്കും, അപ്പം ചില ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അൺഫേവറബിൾ ആയിരിക്കും. അപ്പം ബിസിനസ് പോളിസീസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബിസിനസ്സിന് റിസ്ക് ഉണ്ട്. അപ്പം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ബിസിനസ് പോളിസി ചിലപ്പം ഫേവറബിൾ അല്ലെങ്കിൽ അത് ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അൺഫേവറബിൾ മാർക്കറ്റിംഗ് കണ്ടീഷൻ ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഫ്യൂച്ചറിൽ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയും നമുക്ക് എന്തെന്ന് പറയാം? ബിസിനസ് റിസ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കി വയ്ക്കാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ബിസിനസ് റിസ്ക് ഈസ് ദ ചാൻസ് ഓഫ് ലോസ് ഇൻ ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന ചാൻസ് ഓഫ് ലോസിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന സം അൺഫേവറബിൾ ഹാപ്പനിങ്ങിന് കാരണം ഉണ്ടാവുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബിസിനസ് റിസ്കിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അൺസർട്ടൈനിറ്റിയാണ്. ഫ്യൂച്ചറിൽ ഒരു ഇവന്റ് നടക്കുന്നുള്ള അൺസർട്ടൈനിറ്റിയാണ് ബിസിനസ് റിസ്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ ബിസിനസ് റിസ്ക് എന്താണെന്ന് പറഞ്ഞു. ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് റിസ്ക് ആണ്.
ബിസിനസ് റിസ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസ്ക് ഈസ് ഇൻഹെറൻറ്റ് ഇൻ എവരി ബിസിനസ്. എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. ഓക്കെ, ഏതൊരു ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, ഒരു വലിയ ബിസിനസ് ആയിക്കോട്ടെ, പല നേച്ചറിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. പക്ഷേ ആ ബിസിനസ്സിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ഓരോ ആ റിസ്ക് കൂടിയും കുറഞ്ഞും ഇരിക്കും. അത് ആ നേച്ചർ അല്ലെങ്കിൽ സൈസ് ഓഫ് ബിസിനസ്സിന് അനുസരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. അടുത്തത്, ബിസിനസ് റിസ്ക് ആർ എറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അൺസർട്ടനിറ്റി കാരണമാണ് റിസ്ക് ഉണ്ടാകുന്നത്. അതായത് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് റിസ്ക് ഉണ്ടാകുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. നമ്മൾ പറഞ്ഞ റിസ്ക് എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതായത് ഇപ്പോൾ സൈസ്, ഇപ്പോൾ ചെറിയൊരു ബിസിനസ് എൻ്റർപ്രൈസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ അതേസമയം ഒരു വലിയ അല്ലെങ്കിൽ ഒരു ലാർജ് എൻ്റർപ്രൈസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം അയാൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കൂടുതലാണ്, അയാളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക്കും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അതേപോലെ നേച്ചർ എന്നിപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാഷനബിൾ ഐറ്റംസ്, അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റ് വിൽക്കുന്നവർക്കാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ഒരു പ്രധാന റിസ്ക് എന്ന് പറയുന്നത് ഫാഷൻ മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് മാറും. ഇപ്പോൾ ഒരു ഫാഷനിലുള്ള, ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഒരു ചുരിദാർ പറയാം. ഇപ്പോൾ ഒരു ചുരിദാർ ഇന്ന മോഡൽ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ ഫാഷനെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ മോഡലിലുള്ള ഡ്രസ്സായിരിക്കും ഫാഷനബിളായിട്ട് എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പീരീഡ് കഴിയുമ്പം അതിൻ്റെ ഫാഷൻ ചേഞ്ചായി അടുത്ത വേറൊരു മോഡൽ യൂസ് ചെയ്യും. ഇപ്പം ഈ പഴയ സ്റ്റോക്ക് കെട്ടിക്കിടന്ന് അത് വിറ്റഴിക്കുക എന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം റിസ്ക് ആണ്. അപ്പം അതാണ് നമ്മൾ ഈ നേച്ചർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് മാൻ ഫേസസ് റിസ്ക് ആൻഡ് ഇൻ റിട്ടേൺ ഹീ ഗെറ്റ്സ് ദ റിവാർഡ് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ്. ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ റിസ്ക് ഫേസ് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ്. ഇത്രയും റിസ്ക് ഫേസ് ചെയ്തതിന് അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ഒന്നുകൂടെ നോക്കാം. റിസ്ക് ഈസ് ഇൻഹെറൻറ്റ് ഇൻ എവരി ബിസിനസ്. ബിസിനസ് റിസ്ക് ആർ എറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. എ ബിസിനസ്മാൻ ഫേസസ് റിസ്ക് ആൻഡ് ഇൻ റിട്ടേൺ ഹീ ഗെറ്റ്സ് റിവാർഡ് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് റിസ്ക് ൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ് റിസ്ക് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ആ കാരണങ്ങൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ നാച്ചുറൽ കോസസ്, സെക്കൻഡ് വൺ ഹ്യൂമൻ കോസസ്, എക്കണോമിക് കോസസ്, ഫിസിക്കൽ കോസസ്, പൊളിറ്റിക്കൽ കോസസ് ആൻഡ് മാനേജ്മെൻറ്റ് കോസസ്. അപ്പോൾ നാച്ചുറൽ കോസസ്, അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നാച്ചുറൽ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, ഹ്യൂമൻ അല്ലെങ്കിൽ മാനുഷികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, എക്കണോമിക് സാമ്പത്തികപരമായ കാരണങ്ങൾ കൊണ്ട്, ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾ, പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്, മാനേജ്മെൻറ്റ് കാരണങ്ങൾ കൊണ്ടും ബിസിനസ് റിസ്ക് ഉണ്ടാകാം. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം, എക്സാമ്പിൾ സഹിതം നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറൽ കോസസ് ആണ്. നാച്ചുറൽ കോസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ഫ്ലഡ്, ഫെമീൻ, ഡ്രഫ്റ്റ്, എർത്ത് ക്യുക്ക്, റെയിൻ, ഇതൊക്കെയാണ് നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത്. അതായത് വെള്ളപ്പൊക്കം, ക്ഷാമം, വരൾച്ച, ഭൂകമ്പം, ഇനി നമുക്ക് വേണമെങ്കിൽ സുനാമി, അതൊക്കെ പറയാം. ഇതൊക്കെയാണ് നാച്ചുറൽ, പ്രകൃതിയുടെ ഒരു കാരണങ്ങൾ കൊണ്ട് പ്രകൃതിദത്തമായ ഒരു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന റിസ്കുകളെയാണ് നമ്മൾ നാച്ചുറൽ കോസസ് എന്ന ആ ഒരു കാറ്റഗറിയിൽ പറയുന്നത്. ഹ്യൂമൻ കോസസ് വഴി ഉണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ്, തെഫ്റ്റ്, നെഗ്ലിജൻസ്, സ്ട്രൈക്സ്, ലോക്കൗട്ട്സ്, ഡിഫക്റ്റീവ് മാനേജ്മെൻറ്റ് പോളിസീസ് ആൻഡ് ഡിസിഷൻസ്. അപ്പം മോഷണം, അശ്രദ്ധ, പണിമുടക്ക്, ലോക്കൗട്ട്, പിന്നെ നല്ല മാനേജ്മെൻറ്റ് പോളിസീസ് അല്ല അല്ലെങ്കിൽ ഡിസിഷൻസ് അല്ല എങ്കിൽ അങ്ങനെയും റിസ്ക് ഉണ്ടാകും. അപ്പം ഇതൊക്കെയാണ് ഹ്യൂമൻ കോസസ് എന്ന കാറ്റഗറിയിൽ പറയാവുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് കോസസ് ആണ്. ട്രേഡ് സൈക്കിൾസ്, അതായത് ട്രേഡ് സൈക്കിൾസ് കാരണം ബിസിനസ് റിസ്ക് വരും. കോമ്പറ്റീഷൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു
സിമിലർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീഷൻ വഴിയും നമുക്ക് ബിസിനസ് റിസ്ക് ഉണ്ടാവും. അതേപോലെ ഫാൾ ഇൻ ഡിമാൻഡ്, നമ്മളെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആളില്ലാതെ വരിക, അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലുണ്ടാകുന്ന റിസ്ക് ആണ് ഫാൾ ഇൻ ഡിമാൻഡ്. അതേപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണെന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ തേയില ഒരു പ്രോഡക്റ്റാണ്. അപ്പം തേയിലയ്ക്ക് പകരം പലരും കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് കോഫി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം തേയില കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ പലരും കോഫി അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത്തരം പ്രോഡക്റ്റുകളെയാണ് നമ്മൾ എന്തോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോഡക്റ്റിൻ്റെ വില കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡിമാൻഡ് കൂടാനും കുറയാനും ഒക്കെ കാരണം. ഓക്കെ, അപ്പം അങ്ങനെ അപ്പം പുതിയ പകരത്തിന് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മളെ പ്രോഡക്റ്റിനുണ്ടാകുന്ന ഡിമാൻഡ് കുറയുമോ അല്ലെങ്കിൽ അവിടെ മാർക്കറ്റ് നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ള കുറേ റിസ്കുകളുണ്ട്. അതും ഈ എക്കണോമിക് കോസസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ വരുന്നതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ. പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പം ഇത് നമുക്ക് പലതരത്തിൽ പറയാം. ഇപ്പം നമ്മളെ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടുന്നതും കുറയുന്നതും അതൊരു ബിസിനസ് റിസ്ക് ആയിട്ട് പറയാം. അതായത് ഇപ്പം നമ്മൾ ഒരു കരിമ്പ് കൊണ്ടാണ് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കി വിൽക്കുന്നത്. അപ്പം കരിമ്പിൻ്റെ പ്രൈസ് പെട്ടെന്ന് അങ്ങ് കൂടുകയാണെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിനും അത്രയും പ്രൈസ് കൂട്ടി വിൽക്കേണ്ടതായിട്ട് വരും. അതൊരു റിസ്ക് ആണ്. അതേപോലെ വേറൊരു രീതി പറയുന്നത് വെച്ചാൽ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് കുറച്ച് കൊടുക്കുകയാണ്, നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും. അതും ഒരു റിസ്ക് ആണ്. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് റിസ്ക് ഉണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ നോക്കിയത് നാച്ചുറൽ കോസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഹ്യൂമൻ കോസസിൻ്റെ കാറ്റഗറിയിൽ ഏതൊക്കെ വരും, എക്കണോമിക് കോസസ് ഏതൊക്കെയാണ് എന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ കോസസ്. ഫിസിക്കൽ കോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് എക്സ്പ്ലോഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ്, ഇഞ്ചുറീസ്. എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ എന്തുവാണ്, സ്ഫോടനം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിച്ചു, അവിടെ നടക്കുന്ന ഒരു സ്ഫോടനം അതൊരു റിസ്ക് ആണ്. നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചോളം ഒരു ലോസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. അതേപോലെ ഒരു എക്യുപ്മെൻറ്റ് നശിച്ചു പോയി, അങ്ങനെ വരുമ്പോൾ അതും ഒരു ലോസാണ്. കാരണം ഇപ്പോൾ ഒരു വർക്കിംഗ് ചെയ്തുകൊണ്ട് ഒരു എക്യുപ്മെൻറ്റ് നശിച്ചു പോയി, അപ്പം മണിക്കൂറിൽ നമുക്ക് ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ നിന്ന് പോകും. അത് നമ്മളെ ബിസിനസ്സിനെ തന്നെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വിചാരിച്ചു, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ എംപ്ലോയീസിന് ഇഞ്ചുറീസ് പറ്റുകയാണെങ്കിൽ അത് നമ്മളെ പ്രൊഡക്ഷൻ നിൽക്കാൻ തന്നെ കാരണം. പിന്നെ അഡീഷണൽ ചാർജസും വരും. അതേപോലെ അപ്പം കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിസിക്കൽ കോസസിൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. അടുത്ത നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ കോസസ് ആണ്. പൊളിറ്റിക്കൽ കോസസ് എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ പൊളിറ്റിക്സ്, ഐഡിയോളജി, ടാക്സേഷൻ. അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വരുമ്പോഴത്തേക്കും അവരുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഐഡിയോളജി ഒക്കെ മാറുന്നുണ്ട്. അതിനനുസരിച്ച് പോളിസീസും റെഗുലേഷൻസും എല്ലാം മാറും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ്സിന് അനുയോജ്യമായ പോളിസീസൊക്കെ എടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഇനി വരുന്ന ഗവൺമെൻറ് അങ്ങനെ അല്ലെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഫാക്ടറാണ്. അതേപോലെ ടാക്സേഷൻ. ഇപ്പം നമ്മൾ ഈ GST ഒക്കെ വന്നപ്പം കുറേ പേര് അതിനെ എതിർത്തായിരുന്നു. അപ്പം ഈ പുതിയ ടാക്സേഷൻ പോളിസി വരുമ്പോഴത്തേക്കും അത് ചിലർക്ക് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതും ഈ ഒരു ബിസിനസ് റിസ്കിൻ്റെ കാറ്റഗറി അല്ലെ ബിസിനസ് റിസ്കിനെ പൊളിറ്റിക്കൽ കോസസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് കോസസ് ആണ്. മാനേജ്മെൻറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബിസിനസ് റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പുവർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പം നമ്മൾ ഏതൊരു ഇപ്പോൾ ബിസിനസ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം നല്ല പ്ലാനിങ്ങും കൺട്രോളും ഉണ്ടായിരിക്കണം. അതായത് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം പ്രൊഡക്ഷൻ നടത്തേണ്ടത്, എത്ര സെയിൽസ് ഉണ്ടാവണം, പ്രോഫിറ്റ് എത്ര ആയിരിക്കണം എന്നെല്ലാം നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അതേപോലെ ഓരോ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യണം. അപ്പം നല്ല പ്ലാനിങ് അല്ലെങ്കിൽ കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നതെന്ന് നോക്കി അതിനനുസരിച്ചുള്ള മെഷേഴ്സ് എല്ലാം എടുക്കുന്നതിനാണ് നമ്മൾ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം നല്ല പ്ലാനിങ്ങും കൺട്രോളും ഇല്ലെങ്കിൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസാണ്.
അതേപോലെ പുവർ മാനേജ്മെൻറ്റ് ഡിസിഷൻ. ഏതൊരു പോളിസി അല്ലെങ്കിൽ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് പുവർ അല്ലെങ്കിൽ കൊള്ളാത്ത അനുയോജ്യമല്ലാത്ത ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് ബിസിനസ്സിനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതും ലോസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസാണ്. അതേപോലെ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ, നല്ല സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ അപ്പം നന്നായിട്ട് എല്ലാ ആക്ടിവിറ്റീസും നല്ല പോലെയാണ് നടക്കുന്നതെന്ന് ഒരു സൂപ്പർവൈസ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അത് കാരണം അവർക്കുണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ഈ ലാക്ക് ഓഫ് സൂപ്പർവിഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കോസസ് ഓഫ് ബിസിനസ് റിസ്ക് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. നാച്ചുറൽ കോസസ് ഉണ്ട്, ഹ്യൂമൻ കോസസ് ഉണ്ട്, എക്കണോമിക് കോസസ് ഉണ്ട്, ഫിസിക്കൽ കോസസ് ഉണ്ട്, പൊളിറ്റിക്കൽ കോസസ് ഉണ്ട്, ആൻഡ് മാനേജ്മെൻറ്റ് കോസസ് ഉണ്ട്. അപ്പം ബിസിനസ് റിസ്ക് എന്താണെന്ന് പറഞ്ഞു. ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ചാൻസ് ഓഫ് ലോസിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, അതുകൊണ്ടുണ്ടാകുന്ന ലോസിനെ അല്ലെങ്കിൽ ചാൻസ് ഓഫ് ലോസിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ബിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ റിസ്ക് ഫേസ് ചെയ്യുന്നതിന് ബിസിനസ്മാന് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ബിസിനസ് റിസ്ക് ഉണ്ടാവാനുള്ള കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിന് നമ്മൾ 6 ക്ലാസിഫൈ ചെയ്തു. നാച്ചുറൽ കോസസ് കൊണ്ട് ഉണ്ടാകും, ഹ്യൂമൻ കോസസ് കൊണ്ടുണ്ടാവും, എക്കണോമിക് കോസസ് കൊണ്ടുണ്ടാവും, ഫിസിക്കൽ കോസസ് കൊണ്ടുണ്ടാവും, പൊളിറ്റിക്കൽ കോസസ് ആൻഡ് മാനേജ്മെൻറ്റ് കോസസ്. പിന്നെ ഓരോന്നിനകത്തും വരുന്ന റിസ്കിന് എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് കരുതുന്നു. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ്